നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ശബരിമല വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ചകൾക്ക് ഇടവച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ തന്നെ കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ശബരിമല വിഷയത്തിൽ ഭക്തർക്കും ജനങ്ങൾക്കുമുള്ള നീതി അത് ലഭിച്ചിരിക്കുമെന്നുള്ളത്. ഏതായാലും SIT അന്വേഷണം കടുപ്പിച്ചിരിക്കുകയാണ്. ശബരിമലയിൽ ഏറ്റവും ഒടുവിലായി ശബരിമലയിൽ നേരിട്ടെത്തിയാണ് SIT പല തെളിവുകളും ശേഖരിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് അത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിയമിച്ചിട്ടുള്ള ദേവസ്വം ബോർഡ് തന്നെയാണ്. പണ്ട് ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന പല ആളുകളാണ് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പുതിയ ദേവസ്വം ബോർഡും ഇപ്പോഴത്തെ സർക്കാരുമായിട്ടുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ എത്രത്തോളം വിജയകരമാകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് തെറിക്കുമോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ K. ജയകുമാർ കഴിഞ്ഞ ദിവസം നിയമിച്ച അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ നിർണായക തസ്തികകളിൽ നിന്നും ഉടൻ നീക്കിയില്ലെങ്കിൽ നിയമ ഭേദഗതി കൊണ്ടുവന്ന് നിലവിലുള്ള ദേവസ്വം ബോർഡുകളെ പിരിച്ചുവിടാനാണ് സർക്കാർ നീക്കം. ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടാൻ മന്ത്രിയും സർക്കാരും തത്വത്തിൽ തീരുമാനിച്ചതായാണ് വിവരം. ഇതിന്റെ ആദ്യപടിയായി ഇടതുമുന്നണി സർക്കാർ നിയമിച്ച ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററെ സർക്കാർ പിരിച്ചയച്ചു. ഗുരുവായൂർ ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി VD സതീശനിൽ നിന്നും 4000 രൂപയുടെ ടിക്കറ്റ് എടുപ്പിച്ചയാളാണ് പിരിച്ചുവിട്ട അഡ്മിനിസ്ട്രേറ്റർ. മുമ്പ് CV ആനന്ദബോസ് ബംഗാൾ ഗവർണറായിരിക്കെ അദ്ദേഹത്തെ കൊണ്ടും ഇപ്രകാരം ചെയ്യിപ്പിച്ചു. ഹൈക്കോടതി വിധിയുടെ പേര് പറഞ്ഞാണ് അവധി ദിവസം ദർശനത്തിന് VIP-കളെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ചത്. എന്നാൽ നൂറുകണക്കിന് സഖാക്കൾ പൊതു അവധി ദിവസങ്ങളിൽ ഗുരുവായൂരിൽ ഒരു ടിക്കറ്റും എടുക്കാതെ ദർശനം നടത്തിയ ഒരു കാലമുണ്ടായിരുന്നു. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടത്തിയ സ്ഥലം മാറ്റങ്ങൾക്കെതിരെ വ്യാപകമായ പരാതി ഉയർന്നത് കഴിഞ്ഞ ദിവസമാണ്. ദേവസ്വം മന്ത്രി ബോർഡ് പ്രസിഡന്റിനെ അതൃപ്തി അറിയിച്ചു. സ്വർണ്ണക്കൊള്ള കേസിൽ സ്വർണം ചെമ്പാണെന്നും റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥനെ പ്രധാന ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാക്കി നിയമിച്ചതും ഉത്സവത്തിന് മുൻകൂർ വാങ്ങിയ പണം തിരിച്ചടച്ചില്ലെന്ന് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയ ആരോപണ വിധേയനെ ദേവസ്വം ആസ്ഥാനത്ത് വിജിലൻസ് ഓഫീസറായി നിയമിച്ചതുമാണ് വിവാദമായത്. UD ക്ലർക്കായിരിക്കെ സന്നിധാനത്തെ ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വഴിവിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയ ഉദ്യോഗസ്ഥരെ വള്ളിയാങ്കാവ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിച്ചതാണ് കഴിഞ്ഞ ദിവസം ഗസറ്റഡ് ഓഫീസർമാരുടെ സ്ഥലം മാറ്റം പട്ടിക പുറത്തിറക്കിയത്. വൈക്കം ക്ഷേത്ര ഉത്സവത്തിന് മുൻകൂർ വാങ്ങിയ തുക തിരിച്ചടച്ചിട്ടില്ലെന്ന് വിജിലൻസ് കണ്ടെത്തിയ ആളെയാണ് ദേവസ്വം ആസ്ഥാനത്ത് വിജിലൻസ് ഓഫീസറാക്കിയത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലേക്ക് 70 പേരെയും ഇതേ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റത്തിലൂടെ 5 പേരെയുമാണ് നിയമിച്ചത്. വരുമാനത്തിൽ മുൻപന്തിയിലുള്ള തിരുവല്ലം, മലയാലപ്പുഴ, ചെട്ടിക്കുളങ്ങര, വള്ളിയാങ്കാവ് ക്ഷേത്രത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആകാനായിരുന്നു ഏറെ സമ്മർദ്ദം. സീനിയർ ഉദ്യോഗസ്ഥരെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആക്കരുതെന്ന മാനദണ്ഡം ലംഘിച്ച് CPM അനുകൂല യൂണിയൻ വനിതാ നേതാവിനെ തിരുവല്ലത്ത് നിയമിച്ചു. അതേസമയം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ സീനിയർ ഉദ്യോഗസ്ഥൻ എന്ന മാനദണ്ഡം ഉപയോഗിച്ച് കോൺഗ്രസ് യൂണിയൻ നേതാവിനെ തഴഞ്ഞു. ജൂനിയറായ ഇടതുപക്ഷ നേതാവിനെ നിയമിച്ചതായും ആക്ഷേപമുണ്ട്. വിജിലൻസ് കേസിൽപ്പെട്ടയാളെ പന്തളം ക്ഷേത്രത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആക്കിയതായും പരാതിയുണ്ട്. ഗസറ്റഡ് സ്ഥലം മാറ്റത്തിൽ ബോർഡ് പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി CPM അംഗം വ്യാപക ഇടപെടൽ നടത്തിയെന്ന് കോൺഗ്രസ് അനുകൂല സംഘടനയായ ദേവസ്വം എംപ്ലോയീസ് ഫണ്ട് ദേവസ്വം മന്ത്രിയെ അറിയിച്ചു. സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലുള്ള അതൃപ്തി മന്ത്രി K. മുരളീധരൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഫോണിൽ അറിയിച്ചു. തിരുത്തിയില്ലെങ്കിൽ ബോർഡിന്റെ പണി കാണില്ലെന്ന വ്യക്തമായ സൂചന മന്ത്രി മുരളി നൽകിയതായാണ് വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥന് പ്രധാന പദവിയിൽ നിയമനം നൽകിയതിലാണ് ദേവസ്വം മന്ത്രി ഇടപെട്ടത്. സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരെ ദേവസ്വം ബോർഡ് ഉന്നത സ്ഥാനങ്ങളിൽ നിയോഗിച്ച തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ദേവസ്വം ബോർഡിനും കൊള്ളയിൽ പങ്കുള്ളതായി കണക്കാക്കും എന്നാണ് മുരളീധരൻ പറഞ്ഞത്. ഇത് K. ജയകുമാറിന്റെ റെഡ് സിഗ്നലാണ്. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുപറ്റിയവരെ മർമ്മസ്ഥാനത്ത് വെച്ചുകൊണ്ടുള്ള ഉത്തരവ് നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ട് ബോർഡ് പ്രസിഡന്റിന് കഴിഞ്ഞ ദിവസം കത്ത് നൽകി. K. ജയകുമാർ തികച്ചും നിഷ്പക്ഷനായ ഒരാളായതുകൊണ്ടാണ് കൂടുതൽ പ്രതികരിക്കാത്തത്. കഴിഞ്ഞ ദിവസത്തെ സ്ഥലമാറ്റങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുത്തിയില്ലെങ്കിൽ നിലവിലുള്ള ദേവസ്വം ബോർഡിനും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്ന ധാരണയിൽ സർക്കാർ മുന്നോട്ടു പോകുമെന്നും മുരളീധരൻ പറഞ്ഞു. അതായത് ബോർഡിന് ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ ഗതി വരുമെന്ന് ചുരുക്കം. സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ ചാർജ് ഷീറ്റിന് ശേഷം മാത്രമേ ഇടപെടാൻ കഴിയൂ. ചാർജ് ഷീറ്റിലെ കാര്യങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ ഇടപെടുമെന്നും മന്ത്രി വ്യക്തമാക്കി.
വ്യക്തമാക്കി. സ്വർണ്ണക്കൊള്ള സമയത്ത് ശബരിമല സെക്ഷൻസ് ക്ലർക്കായിരുന്ന ശ്യാമിനെ വള്ളിയാങ്കാവ് ദേവസ്വം അഡ്മിനിസ്ട്രേഷൻ ഓഫീസറാക്കി നിയമിച്ചതാണ് ചർച്ചയായത്. ട്രാൻസ്ഫർ റദ്ദാക്കണമെന്ന മന്ത്രിയുടെ ആവശ്യം നാളെ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം ചർച്ച ചെയ്യും. വിജിലൻസ് ക്ലിയറൻസ് ലഭിച്ചതിനാലാണ് നിയമനമെന്നാണ് ബോർഡിന്റെ വിശദീകരണം. വർക്കല ഗ്രൂപ്പിന് കീഴിൽ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറായിരുന്നു ശ്യാം പ്രകാശ്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഉത്തരവിലാണ് മുണ്ടക്കയം ഗ്രൂപ്പിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ശ്യാം പ്രകാശിനെ നിയമിച്ചത്. എല്ലാ കാലത്തും ദേവസ്വം ബോർഡുകൾക്ക് ചാകരയാണ്. പുരാതന കാലം മുതൽ കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഊരാളന്മാരുടെയും കരക്കാരുടെയും ഭരണത്തിൽ തുടർന്നു വന്നിരുന്നു. എന്നാൽ കേണൽ മൺറോയുടെ കാലത്ത് ഈ ഭരണ സംവിധാനത്തിൽ അഴിമതി ആരോപിച്ച് ക്ഷേത്രഭരണം സർക്കാർ ഏറ്റെടുത്തു. ക്ഷേത്രങ്ങളുടെ മേൽ രാജാവിന്മേലുള്ള മേൽക്കോയ്മയുടെ അടിസ്ഥാനത്തിൽ ഈ നടപടിയെ തിരുവിതാംകൂർ സർക്കാർ ന്യായീകരിച്ചു. ഇങ്ങനെ ഏറ്റെടുത്ത ക്ഷേത്രങ്ങളുടെ ഭരണതലത്തിലേക്ക് ഒരു പ്രത്യേക ദേവസ്വം വകുപ്പ് രൂപീകരിച്ചതുകൊണ്ട് 1992 ഏപ്രിൽ 12 തിരുവിതാംകൂർ ഭരണകൂടം ഒരു വിളംബരം ഇറക്കി. സ്വാതന്ത്ര്യാനന്തരം 1948 മാർച്ച് 28 ക്ഷേത്രഭരണവും സ്വത്തുക്കളും രാജാവിൽ തന്നെ നിക്ഷിപ്തമാക്കിക്കൊണ്ട് മറ്റൊരു വിളംബരവും പുറപ്പെടുവിച്ചു. സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ചപ്പോൾ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഹിന്ദു ധർമ്മസ്ഥാനങ്ങളുടെ നടത്തിപ്പ് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങളും ചേർന്ന് ഒരു ദേവസ്വം ഉടമ്പടി ഒപ്പുവെച്ചു. ഉടമ്പടി പ്രകാരം ഈ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങൾ, ഹിന്ദു ധർമ്മ സ്ഥാപനങ്ങൾ എന്നിവയുടെ നടത്തിപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന സ്ഥാപനം രൂപീകരിച്ചു. തുടർന്ന് 1950 തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമം 1950 പാസാക്കുകയും 1949 ജൂലൈ ഇതിനു മുമ്പ് നിലവിൽ ഉണ്ടായിരുന്ന എല്ലാ ക്ഷേത്രങ്ങളെയും അവയുടെ സ്വത്തുക്കളുടെയും മുൻകാല വിളംബരങ്ങൾ അനുസരിച്ച് ഏർപ്പെടുത്തിയ ദേവസ്വം ഫണ്ടുകളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ വന്നു. ഇതിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ മാത്രം ഒഴിവാക്കി നിർത്തി. നിലവിൽ കേരളത്തിൽ 5 ദേവസ്വം ബോർഡുകളാണുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, കുടൽമാണിക്യം ദേവസ്വം ബോർഡ് എന്നിവ. ഈ ബോർഡുകളുടെ കീഴിലായി 3000-ൽ പരം ക്ഷേത്രങ്ങൾ നിലവിലുണ്ട്. ടിപ്പുവിന്റെ കാലത്ത് ഏക്കർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടു. ബ്രിട്ടീഷുകാരന്റെ കാലത്തും പിന്നീട് സർക്കാർ നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡിന്റെ കാലത്തും സ്ഥിതി ഇത് തന്നെ. കൂടാതെ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണങ്ങളിൽ അല്ലാത്ത ഭരണകൂടങ്ങളുടെ കമ്മിറ്റികൾ, ട്രസ്റ്റുകൾ ഭരണം നടത്തുന്ന ആറ്റുകാൽ ഉൾപ്പെടെയുള്ള മഹാക്ഷേത്രങ്ങളും കേരളത്തിലുണ്ട്. തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമം 1950 വകുപ്പ് 3 അനുസരിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്നത്. ഇതനുസരിച്ച് ദേവസ്വം ബോർഡിലേക്കുള്ള 3 ഹിന്ദു അംഗങ്ങളിൽ ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം തിരുവിതാംകൂർ രാജാവിനും 2ാമത്തെ ആളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം സംസ്ഥാന മന്ത്രിസഭയിലെ ഹിന്ദു മന്ത്രിമാർക്കും 3ാമത്തെ ആളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം കൊച്ചി നിയമസഭയിലെ ഹിന്ദു അംഗങ്ങൾക്കുമാണ്.